ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ. വില്യാപ്പള്ളി മണ്ഡലം വാർഡ് 16 കോൺഗ്രസ് കമ്മിറ്റി മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു. മുൻ KPCC പ്രസിഡന്റ് K മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് സത്യം പറഞ്ഞാൽ ഇന്ത്യ ഭരിക്കുന്നവരും കേരളം ഭരിക്കുന്നവരും സ്വാതന്ത്ര്യ സമരത്തിൽ കാര്യമായി പങ്കെടുത്തവരല്ല. ഇന്ത്യ ഭരിക്കുന്നവർ അന്ന് ഇംഗ്ലീഷുകാരെ സന്തോഷിപ്പിക്കാൻ നടന്നു. ഇന്ന് കേരളം ഭരിക്കുന്നവര് രണ്ടാം ലോകമായുധം പൊട്ടിപ്പുറപ്പെടുന്നവര് അവര് സ്വാതന്ത്ര്യ സമരത്തിന്റെ കൂടെ ഉണ്ടായി. കാരണം 1935 വരെ എല്ലാവരും കോൺഗ്രസ്സുകാരായിരുന്നല്ലോ. EMS അന്ന് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് രണ്ടാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ കൂടെ സോവിയറ്റ് യൂണിയനും ചൈനയും ഒക്കെ സഖ്യകക്ഷികളായപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമരത്തിന് പിന്മാറി, സ്വാതന്ത്ര്യ സമരത്തിന് പിന്മാറി. അങ്ങനെ 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിന് എതിരായ നിലപാടാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സ്വീകരിച്ചത്. അതുകൊണ്ട് അവർക്കും ഈ ചരിത്രത്തിൽ അത്ര വലിയ നിർബന്ധമൊന്നുമില്ല. മാറ്റുകയാണെങ്കിൽ മാറ്റിക്കോട്ടെ എന്ന് അവർക്കൊരാഗ്രഹം. പക്ഷെ നമുക്കങ്ങനെയല്ല. അന്നും ഇന്നും പ്രാധാന്യമുള്ള ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ 3 തവണയായിട്ട് നമ്മൾ ഇന്ത്യയിലെ രാജ്യത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ തോറ്റു എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷേ എന്ന് വിചാരിച്ച് കോൺഗ്രസിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന് പ്രചരിപ്പിക്കുന്നവരോട് പറയാനുള്ളത്, കോൺഗ്രസിന്റെ പ്രസക്തി നഷ്ടപ്പെടില്ല. കാരണം ഇന്നിപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന ചില കാര്യങ്ങൾ നോക്കിയാൽ ഇന്ന് കോൺഗ്രസ് ആയിരുന്നെങ്കിൽ എന്ന് വല്ലതും ചിന്തിക്കാനും. അംബുജാക്ഷൻ PM സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് രജീഷ് പുതുക്കുടി അധ്യക്ഷത വഹിച്ചു. KP ജീവാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ മുൻകാല കോൺഗ്രസ് നേതാക്കളെ K മുരളീധരൻ ആദരിച്ചു. PC ഷീബ, CP ബിജു പ്രസാദ്, NB പ്രകാശ് കുമാർ, T ഭാസ്കരൻ, ഷീല പത്മനാഭൻ, അജ്മൽ മേമുണ്ട, പടിയുള്ളതിൽ സുരേഷ്, TT മോഹനൻ, രാജീവൻ കൊളോറ, അമീർ KK എന്നിവർ പ്രസംഗിച്ചു. നിതീഷ് SK നന്ദി പറഞ്ഞു.